പാഠം 922 ഓണത്തിന്റെ പടിവാതിലിൽ. മക്കളുടെ പെരുമാറ്റത്തിൽ മനം നൊന്ത് വീട് വിട്ടിറങ്ങിയ വൃദ്ധൻ അപകടത്തിൽ മരിച്ചു. മക്കൾ അവഗണിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വൃദ്ധൻ രാത്രിയിൽ വാഹനാപകടത്തിൽപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. നന്നായി. സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കളൊക്കെ ജയിലിൽ കിടന്നാലേ പഠിക്കൂ. ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ തുടങ്ങി. ഓണം പരിപാടി ശിവരാമേട്ടനെ കാണുന്നില്ല. കാണാനില്ലേ? ഇല്ല. ഇത്ര നേരമായിട്ട് കാണാത്തോണ്ട് ഞാൻ ശിവരാമേട്ടന്റെ മുറിയിൽ പോയി നോക്കി. അപ്പൊ ആളവിടെ ഇല്ല. അവിടെ കാണും. ഇല്ല മോനേട്ടാ, വീട് മുഴുവൻ ഞാൻ നോക്കി, ഒരിടത്തും ആളില്ല. ശിവരാമേട്ടന്റെ ആ സഞ്ചി കാണുന്നില്ല. അയ്യോ. അല്ല, ഇനിയിപ്പോ ശിവരാമേട്ടൻ നമ്മളോട് പറയാതെ പോയി കാണോ? അങ്ങനെ പോവാണെങ്കിൽ പറഞ്ഞിട്ടല്ലേ പോ. ഞാനാണെങ്കിൽ 6 മണിക്ക് എഴുന്നേറ്റതാ. അതിനുശേഷം ശബ്ദമൊന്നും കേട്ടതുമില്ല. പോയെങ്കിൽ അതിന് മുമ്പ് പോയി കാണും. അല്ലാതെ അങ്ങനെ പോകുന്നത്. ഇനിയിപ്പോ ഞാനിന്നലെ ശിവരാമേട്ടനെ കളിയാക്കിയതിന്റെ ദേഷ്യത്തിന് ഇറങ്ങിപ്പോയതാണെങ്കിലോ? ശരിയാ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ആള് സ്ഥലം വിട്ടുണ്ടാവും. രാത്രി പോയിട്ട് വല്ല അപകടം പറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങുമല്ലോ. നമ്മളോ? നീ ഈ പത്രം കണ്ടില്ലേ? വയസ്സായ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അപകടത്തിൽപ്പെട്ടു. മക്കളുടെ അപകടമാണെന്ന് പറഞ്ഞ് പോലീസ് മക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്റെ കളിയാക്കൽ കാരണമാണ് ശിവരാമേട്ടൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ നിനക്കെതിരെയും കേസ് വരില്ലേ? അതൊന്നും കേസ്, അങ്ങനത്തെ കേസൊന്നുമില്ല. എന്റെ പ്രശ്നം അതൊന്നുമല്ല. ഞാൻ കളിയാക്കിയെന്ന് ശിവരാമേട്ടൻ വീട്ടിൽ ചെന്ന് അമ്മയോടോ അമ്മാവനോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ നാണക്കേടാവൂലേ? മോനേട്ടാ, നമുക്കൊന്ന് അന്വേഷിച്ചാലോ? എവിടെ അന്വേഷിക്കാൻ? മോഹന്റെ ഉത്തമനെന്ന് വിളിച്ചു നോക്ക്. ബസ് സ്റ്റാൻഡിൽ എവിടെയും ഉണ്ടോ അന്വേഷിക്കാലോ. ഞാൻ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞു പോയി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ചെയ്യാതെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? വന്നോ? അതാരാ കൂടെ? എനിക്കറിയില്ല. ഇവിടെ നിൽക്കൂ. ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ പോയതാണ്. നടക്കാൻ പോയപ്പോ സഞ്ചി എടുത്തോണ്ട് പോയത് എന്തിനാ? അതൊരു ശീലമായി പോയി. ഈ നിൽക്കുന്ന ആളാണ് സുശീല. വഴിയിൽ വെച്ച് പരിചയപ്പെട്ട വിധി. നല്ല മനുഷ്യനാ. ഞാൻ അവന് ദൈവത്തെ പറ്റിയും മനുഷ്യ ജീവിതത്തെ പറ്റിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി എന്ത് വേണം? പാവം എല്ലാം കേട്ടു. എല്ലാം കേട്ടിട്ട് അവൻ എന്നോട് ഒരു 100 രൂപ ചോദിച്ചു. ഒരാൾ ഗതികേട് കൊണ്ട് പണം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ശരിയല്ല. ശിവരാമേട്ടൻ കൊടുത്തോളൂ. എന്റെ കയ്യിൽ ചില്ലറ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാ. ഒരു 100 രൂപ കൊടുത്തു വിട്ടേക്ക്. പാവം പൊക്കോട്ടെ. അല്ല ശിവരാമേട്ട, വഴിയെ പോകുന്നതിന് വീട്ടിൽ വിളിച്ചോണ്ട് കാശ് കൊടുക്കണം. എന്റെ പൈസ വെറുതെ അല്ലല്ലോ സാറേ. 1 മണിക്കൂർ അങ്ങേരുടെ പ്രസംഗം കേട്ടത്. അതെ, ശിവരാമേട്ടൻ പറഞ്ഞു പോയില്ലേ, ഒന്ന് ക്ഷമിക്കേ. അയ്യോ, എന്റെ പൈസ ഒന്നുമില്ല. ഞാൻ കൊടുത്തോളാം. അങ്ങനെ കൊടുത്താ അങ്ങേര് ഇനി എവിടെയെങ്കിലും ഇതുപോലെ പ്രസംഗിക്കും. കേൾക്കുന്നവരെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. അപ്പൊ 6 പൈസ കൊടുക്കും. സാരില്ല മോനട്ടാ. അങ്ങേരുടെ ഉദ്ദേശം എന്താണ് ഞാൻ ചോദിക്കട്ടെ? മോനട്ടാ,
മോനട്ട വഴക്കുണ്ടാക്കാൻ നിൽക്കില്ലേ? മോനട്ട അതെ, ഏ? എനിക്ക് പോയിട്ട് തിരക്കുണ്ടായിരുന്നു. ഞാനിപ്പോ വരാം. ഓ, എന്താ നോക്കണേ? എന്താ മോഹനകൃഷ്ണ? അവനെ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തോ? പൈസ ബാമ കൊടുത്തോളൂ. പാവോ അയാള്. പുരാണങ്ങളിലൊന്നും അറിവില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. ഞാൻ പറഞ്ഞതൊക്കെ അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അയാള് പറഞ്ഞായിരുന്നു. പിന്നെ ശിവരാമേട്ട, നാട്ടിൽ നിന്ന് പോന്നിട്ട് 2 ദിവസം ആയില്ലേ? അവരൊക്കെ ശിവരാമേട്ടനെ കാണാതെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ? അതെങ്ങനെയാ മോഹനകൃഷ്ണ? ഞാൻ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവർക്കറിയാം. അത് മാത്രമല്ല, ഓണമൊക്കെ കഴിഞ്ഞേ വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇത്തവണത്തെ ഓണം എന്തായാലും എനിക്ക് നിങ്ങളോടൊത്ത് ആഘോഷിക്കണം. എന്റെ ദൈവം, അത് കഴിഞ്ഞേ ഞാൻ യാത്രയാകൂ. ഓണം ഇവിടെ തന്നെയാണ്. ഓണത്തപ്പ. ഇങ്ങനെ രണ്ടും കൽപ്പിച്ചാണല്ലോ. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോളാം അയാളോട് പറയുന്നതാണ് നല്ലത്. അല്ല, എന്താ ഇപ്പത്തെ പ്രശ്നം? ശിവരാമേട്ട പറയാ ഓണമൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന്. ഇത്തവണത്തെ ഓണം നമ്മളോടൊപ്പം ആഘോഷിക്കണമെന്ന്. അയ്യോ, ഓണത്തിന് കുറച്ചു ദിവസം ഇല്ലേ? ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ. ശിവരാമൻ ചേട്ടൻ വന്നു കയറി പിന്നെ ഒരു നിമിഷം എനിക്ക് സ്വസ്ഥ കിട്ടിയിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു വിട്ടോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവമാണ്. അല്ല, അത് സാറേ നമസ്കാരം. എന്താണ് രണ്ടുപേരും കൂടി വലിയ ചർച്ച? പറയല്ലേ ഒന്ന്. ഉത്തമ സാറേ, ശിവരാമൻ ചേട്ടൻ ഇന്ന് പോകും അല്ലെങ്കിൽ നാളെ പോകുന്ന കരുതി ഇരിക്കായിരുന്നല്ലോ നമ്മള്. ഇപ്പൊ പറയാ ഓണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അയ്യോ, ഇതിനെയാണ് ചുറ്റിയ പാമ്പ് കടിച്ചേ പോവുള്ളൂ എന്ന് പറയുന്നത്. ഓണം കഴിയുന്നവരെ ശിവരാമൻ ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിലേ സാറ് വിവരം അറിഞ്ഞത് തന്നെ. എങ്ങനെ ഉത്തമ അങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നത്? ഇതിപ്പോ ഇറങ്ങി പോടാന്ന് പറയാൻ പറ്റൂലല്ലോ. വക്കീലിന്റെ വലിയച്ഛന്റെ മോനല്ലേ, എന്തെങ്കിലും വളഞ്ഞ വഴി ഉപയോഗിക്കേ വഴിയുള്ളൂ. എന്ത് വളഞ്ഞ വഴി? എന്തെങ്കിലും കാണിച്ച് പേടിപ്പിച്ച് ഓടിച്ചാലോ സാറേ? എങ്ങനെ? അതിപ്പോ പേടിപ്പിച്ച് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും പ്രേതത്തിന്റെ വേഷം കെട്ടി പേടിപ്പിച്ചാലോ? ഇങ്ങനെ ഭയങ്കര മനം കെട്ടിയ. പിന്നൊരു വഴി എന്ന് പറയുന്നത് ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. വഴി കണ്ടേ പറ്റൂ. സത്യം പറഞ്ഞാ ഇങ്ങനെ വന്നതിന് ശേഷം ചെലവ് വല്ലാണ്ട് കൂടിയിരിക്കുക. ഭക്ഷണമൊക്കെ പ്രത്യേക രീതിയിലാ. ഇനി ഇങ്ങനെ കാശുള്ള എന്റെ കയ്യിലില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ സാറേ. സാറ് വക്കീലും കൂടെ എവിടെയെങ്കിലും പോവുകയാണെന്ന് പറയണം. എവിടെ? ഓണമല്ലേ സാറേ വരുന്നത്, ടൂർ പോവുകയാണെന്ന് പറഞ്ഞേര്. ടിക്കറ്റ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പോവാതെ പറ്റൂല എന്നൊക്കെ പറഞ്ഞേക്കണം. ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചാൽ അതൊക്കെ അങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടാ? എന്തെങ്കിലും നൈസാ പറഞ്ഞങ്ങ് ഒഴിയണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, 1-2 ദിവസത്തെ ടൂറിന്റെ കാര്യം പറയരുത്. അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരൻ പറയും നിങ്ങളെ തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ താമസിച്ചോളാം എന്ന്. ഒരു 8-10 ദിവസം നിങ്ങൾ ഇവിടെ കാണൂല എന്ന് പറഞ്ഞാലേ അങ്ങേര് പോവൂ. തിരക്കടല്ലാത്തൊരു ബുദ്ധിയാ. ഒന്ന് പ്രയോഗിച്ചു നോക്കാം. ഓക്കെ. അല്ല, ആരായത്? ഉത്തമനോ? അല്ലേ, നമസ്കാരം. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ശിവരാമൻ ചേട്ടന് സുഖമാണല്ലോ അല്ലേ? എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്ന എനിക്ക് എപ്പോഴും സുഖമായിരിക്കുമല്ലോ. ഉത്തമനോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാറ് പോണോ സാറേ?
ഉത്തമന് കലിയെപ്പറ്റി അറിയാമോ? കലി ഒന്ന് ദേഷ്യം വരുന്നില്ലേ? അല്ലല്ല. അല്ലേ? കലി എന്നൊരു കഥാപാത്രമുണ്ട് മഹാഭാരതത്തിൽ. ഓ ഓ ഓ. നള മഹാരാജാവിന്റെ അനുജനായിരുന്ന പുഷ്കരനുമായി കലി ചങ്ങാത്തത്തിലായി. ഉം, അതുവരെ വളരെ നല്ല മനുഷ്യനായിരുന്ന പുഷ്കരൻ ഉം. കലിയുമായി ഉണ്ടായ സൗഹൃദത്തോടെ ചീത്തയായി. ഒടുവിൽ സ്വന്തം ജ്യേഷ്ഠനായ നളനെ ചതിച്ച് നാടുകടത്തുന്ന അവസ്ഥയിലേക്ക് പുഷ്കരൻ അധപ്പതിച്ചു. ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നല്ല സുഹൃത്തുക്കളെ കിട്ടിയാൽ നമ്മൾ നല്ലവരാകും. ഉം. ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാൽ പുഷ്കരനെ പോലെ ചീത്തയാകും. ഇതിപ്പോ ഇവിടെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യമുണ്ട്. നല്ലവനായ പുഷ്കരന് തെറ്റു പറഞ്ഞു കൊടുത്ത് പുഷ്കരനെ ചീത്തയാക്കിയത് കലിയായിരുന്നല്ലോ. അത്തരം കലികൾ കലിയുഗത്തിൽ ഉണ്ട് എന്ന് ഞാൻ മോഹനകൃഷ്ണനോട് പറയുന്നുണ്ട്. കലിയുഗത്തിൽ ഉത്തമൻ. പണ്ഡിത എനിക്ക് ടാക്കിയിട്ട് പോയതാണല്ലോ. ഓ, ഇയാളെ കഥയും കേട്ടിരിക്കുന്ന മോനേട് സാറിന് സമ്മതിക്കണം. വലിയുന്നതാണ് ബുദ്ധി. ഭാമേ, ഭാമേ, ആ ഫോണോട് വയ്ക്ക്. എന്താ? ഞാന് ഒരു ഭയങ്കരമായൊരു പദ്ധതി ഇറക്കാൻ പോവുകയാണ്. അത് ഏറ്റാ നമ്മൾ രക്ഷപ്പെട്ടു. എന്തെല്ലാം പറ. ഓണത്തിന് നമ്മൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് ശിവരാമൻ ചേട്ടനെ ധരിപ്പിക്കാൻ പറ്റിയാൽ ശിവരാമൻ ചേട്ടൻ ഇന്നോ നാളെയോ സ്ഥലം വിടും. പക്ഷെ നമ്മൾ എവിടെ പോന്ന് പറയും? അവരെ അവിടെ ആഫീസുകാരൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ ടൂറ് പോവുകയാണെന്ന് പറയാം. എങ്ങോട്ട്? അത് ഞാൻ നോക്കോളാം. നീ എന്റെ കൂടെ നിന്നാ മതി. ഭാമേ, നീയല്ലേ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് നിനക്ക് ബാംഗ്ലൂരിലും മൈസൂരിലും ഊട്ടിയിലൊക്കെ ടൂറിന് പോകണമെന്ന്? നീ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് ചെയ്യാതിരിക്കുമോ? നിന്റെ ഭർത്താവായ കെ മോഹനകൃഷ്ണൻ സാറ്. എന്നാ മോഹനേട്ടാ പോകുന്നത്? നമ്മുടെ കുര്യാക്കോസ് ചേട്ടനില്ലേ? ഏത് കുര്യാക്കോസ് ചേട്ടൻ? ആ ട്രാവൽ ഏജൻസി നടത്തുന്ന കുര്യാക്കോസ് ചേട്ടൻ. ഓ ആ കുര്യാക്കോസ് ചേട്ടൻ പറയുക, ഇത്തവണ ഓണട്ടൂറിന് 2 സീറ്റ് ആ 2 സീറ്റ് ബാക്കിയുണ്ടെന്ന്. ആ മോഹനകൃഷ്ണൻ സാറും സത്യഭാമ മേഡവും തയ്യാറാണെങ്കിൽ കൊണ്ടുപോകാമെന്ന്. ആണോ മോഹനേട്ടാ? അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മൾ എന്നാണ് പോകുന്നത്? നാളെ വൈകിട്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരൂ. അതെയോ, അത് കൊള്ളാലോ മോഹനേട്ടാ. കൊള്ളാമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സത്യഭാമേ? കയ്യിൽ നിന്ന് ഒരു നയാ പൈസ മുടക്കി മോഹനകൃഷ്ണൻ ഒരിടത്തും പോവില്ല എന്ന് അവനെ അറിയാന്നുള്ളവർക്ക് അറിയാമല്ലോ. വെറുതെ ടൂർ എന്ന് പറഞ്ഞ് ആ ഭാമയെ മോഹിപ്പിക്കുന്നത് എന്തിനു മോഹനകൃഷ്ണ? നീയല്ലേ ആള്. ഒന്നും നടക്കില്ല എന്ന് എനിക്കറിഞ്ഞുകൂടെ? കഷ്ടം. ടൂറ് പോകുന്നത്രേ. ടൂറ് കള്ളൻ. ആളൊരു കുഴപ്പക്കാരനാണെങ്കിലും മോഹനേട്ടനെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ശിവരാമേട്ടന് കൃത്യ. മോഹനേട്ടൻ ഒരു പിശുക്കനാണെന്ന് നാട്ടുകാർക്ക് മാത്രമല്ല, വല്ലപ്പോഴും വരുന്ന ശിവരാമേട്ടൻ വരെ മനസ്സിലായി. നോക്ക്. ഓണം കഴിയുന്നവരെ അങ്ങനെ സഹിക്കാന്ന് വെച്ചാൽ പ്രയാസം തന്നെയാണ് സാർ. ഞാനൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സാറ് പുള്ളിക്കാരന്റെ രീതി വെച്ച് ഓണം വരെ ഇവിടെ താമസിച്ചാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അയാൾ, രണ്ടിലൊരാളെ കാണും. സാർ ഒരു കാര്യം ചെയ്യും. സാറിന് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറ. എവിടെ? തിരുവനന്തപുരത്ത്. ആഫീസ് കാര്യമാണെന്ന് പറഞ്ഞാൽ മതി. ഓണത്തിന് എന്ത് ആഫീസ് കാര്യം ശിവല? ഓ, എങ്കിൽ പിന്നെ സാറ് വക്കീലിനെയും കൂട്ടി എവിടെയെങ്കിലും ടൂർ പോവുകയാണെന്ന് പറ. ഞാനങ്ങനെ കാശ് മുടക്കി ടൂർ പോകാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ വിശ്വസിക്കില്ല. അത് ശരിയാണല്ലോ, 5 പൈസ മുടക്കാത്ത ആള്. ഇന്ന് രാവിലെ അങ്ങനെ ഒരു ഇടപെടുക്കാൻ നോക്കിയപ്പോഴേ പുള്ളിക്കാരന്റെ കാര്യം മനസ്സിലായി. ഇനിയിപ്പോ എന്താ സാർ ഒരു വഴി? ഒരു വഴിയില്ല. ശിശുപാലനും സ്വയംപ്രഭയും കാഞ്ചനും ഒക്കെ ഓണം ആഘോഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾക്ക് പുതിയൊരു വില്ലേജ് ഓഫീസർ ഇവിടെ ഉണ്ടാവും. പുതിയ വില്ലേജ് ഓഫീസറോ? അയാളെ കൊണ്ട് സഹിയിട്ട് ഞാൻ അയാളെ കൊല്ലുമല്ലോ. അവന് പോലീസ് പോവല്ലോ.
കൊലക്കേസിലകത്തായ 90 ദിവസം കഴിയാതെ ജാമ്യം കിട്ടില്ല. നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ ബാലഗോപാലൻ, മോഹനകൃഷ്ണൻ സാറിന്റെ ഒരു പരിചയക്കാരനാണ്. സാറില്ലേ ഇവിടെ? മോഹനകൃഷ്ണൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ ഈ സമയത്ത് വില്ലേജ് ഓഫീസിലല്ലേ കാണുക? സർക്കാർ ഉദ്യോഗസ്ഥർ ജോലി സമയത്ത് ഓഫീസിന് പുറത്തു പോകരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പത്രത്തിൽ വായിച്ചില്ലേ? വക്കീലിനെ കണ്ടാലും മതി. ആ, നമസ്കാരം വക്കീലേ. നമസ്കാരം. ബാലഗോപാല ചേട്ടനായിരുന്നോ? വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട വക്കീലേ, ആ, ഞാൻ ഈ വഴിക്ക് പോയപ്പോ കയറിയതാ. ഓ, വേറെ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. എന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. ആ, മാലതയുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് ഇന്നലെ ഉത്തമൻ പറഞ്ഞിരുന്നു. എന്നാ അത്? തിങ്കളാഴ്ച. ആഹാ. പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ടേ നേരത്തെ വിളിക്കാൻ പറ്റിയില്ല. ഹേയ്. ഈ വരുന്ന തിങ്കളാഴ്ചയാണോ കല്യാണം? അതെ, ഞാൻ പറഞ്ഞില്ലേ, തീരുമാനം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ മോഹനകൃഷ്ണനും ഭാമയും വരില്ല. വരില്ലേ? അല്ല, ശിവരാമേട്ടാ, ബാലഗോപാല ചേട്ടന്റെ കുടുംബമായിട്ട് നല്ല അടുപ്പത്തില്ല ഞങ്ങള്. അതുകൊണ്ട് എന്താ കാര്യം? ഈ കല്യാണത്തിന് മോഹനകൃഷ്ണനും ഭാമയും വരില്ല. ഇതെന്റെ തീരുമാനമാണ്. അല്ല, ഞാൻ ഇത് എന്റെ ഏട്ടൻ അമ്മാവന്റെ മോൻ. മെനിഞ്ഞാണ് കല്യാണം നിശ്ചയിച്ചത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്ന് വിളിക്കുമായിരുന്നു. അല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവളും മോഹനകൃഷ്ണനും ഈ കല്യാണത്തിന് വരില്ല. ശിവരാമേട്ടാ, ആണുങ്ങൾ സംസാരിക്കുമ്പോൾ നീ ഇടപെടണ്ട. ബാലഗോപാലം പൊക്കോളൂ. കല്യാണത്തിന് ഇവർ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. അല്ല, അതെ. ശിവരാമേട്ടൻ എന്ത് പണിയെ കാണിച്ചത്? കല്യാണം വിളിക്കാൻ വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനെയാണ്. നീ പോയി ഒരു ചായ ഉണ്ടാക്ക്. നല്ല ക്ഷീണം. എന്റെ ഈശ്വര, ഇതറിഞ്ഞ മോഹനേട്ടൻ ഇവിടെ യുദ്ധം നടത്തും. ബാലഗോപാലൻ എവിടെ പോയിട്ട് വരിക? ഞാൻ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. എന്താ സംഭവം? അതിന് പറയാതിരിക്കുന്നത് നല്ലത്. സാറിന്റെ വീട്ടിൽ ഒരാൾ താമസിക്കുന്നുണ്ടല്ലോ, അയാൾക്കെന്താ വട്ടാണോ? എന്താ ബാലഗോപാല? എന്റെ സാറേ, അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചു. ക്ഷണിക്കാനായി ഞാൻ വീട്ടിൽ ചെന്നതാ. തിങ്കളാഴ്ചത്തെ കല്യാണം ഇന്നാണോ വിളിക്കുന്നതെന്ന് ചോദിച്ച് അങ്ങനെ എന്നോട് വെക്കിട്ട് കയറി. സാറും വക്കീലും കല്യാണത്തിന് വരില്ല എന്ന് അങ്ങനെ തീർത്തു പറഞ്ഞു. അത് അദ്ദേഹമാണോ തീരുമാനിക്കുന്നത്? എനിക്കതൊന്നും അറിയില്ല. എന്നെ അവിടെ നിൽക്കാൻ പോലും അയാൾ സമ്മതിച്ചില്ല. നിങ്ങൾ കല്യാണത്തിന് വരില്ല എന്നുള്ളത് അങ്ങേരുടെ തീരുമാനമാണ്, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഇനി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. ശിവരാമേട്ടനെ ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെ ശിവരാമേട്ടൻ? എവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകണ്ടേ പോകുള്ളൂ. ബാലഗോപാലിനോട് ശിവരാമേട്ടൻ എന്തൊക്കെയാ പറയുന്നത് അറിയാമോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനട്ടാ? ബാലഗോപാലൻ ചേട്ടൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ ശിവരാമേട്ടൻ ഒന്ന് കേൾക്കണ്ടേ? അങ്ങനെ അടി തുറവാ. കൈ പൂത്ത കാശുണ്ടല്ലോ, ഒറ്റ തടിയും. കയ്യിലുള്ള കാശ് ചെലവാക്കി സുഖമായിട്ട് ജീവിച്ചൂടെ? അതിന് പകരം നമ്മുടെ മെൽക്കിട്ടേറെ ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇക്കണക്കിന് ഓണം കഴിയുന്നത് വരെ അങ്ങേര് ഇവിടെ താമസിച്ചാൽ നമ്മൾ ഇവിടെ നിറങ്ങി വിടുന്നത് ഉറപ്പാ. എന്താ മോഹനകൃഷ്ണ? ബാലഗോപാലൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അയാളുടെ അനിയത്തിന്റെ കല്യാണത്തിന് ഞങ്ങൾ ചെല്ലില്ലെന്ന് ശിവരാമേട്ടൻ എങ്ങനെ അറിയാം? സത്യം പറയുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾ ആ കല്യാണത്തിന് പോകില്ല എന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞങ്ങള് കല്യാണത്തിന് പോകുന്നതിൽ നിന്ന് ശിവരാമേട്ടൻ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനും ബാമയും എന്തായാലും കല്യാണത്തിന് പോകും. നീ എന്ത് വർത്തമാന മോഹനകൃഷ്ണ ഈ പറയുന്നത്? കുര്യാക്കോസിന്റെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ബാംഗ്ലൂർക്കുള്ള ടൂറ് മറ്റന്നാ വൈകിട്ട് തുടങ്ങുകയല്ലേ? അതിന് പിന്നെ എങ്ങനെ തിങ്കളാഴ്ച കല്യാണത്തിന് പോകും? അതിന് ടൂറിന് ഞങ്ങൾ പോകുന്നില്ലല്ലോ. ആര് പറഞ്ഞു പോകുന്നില്ല എന്ന്?
നിങ്ങൾ രണ്ടുപേരും പോകുന്നു. 7 ദിവസത്തെ ടൂറിനുള്ള മുഴുവൻ കാശും ഞാൻ അടച്ചിട്ടുണ്ട്. ഇതിൽ രസീതും ബാക്കി വിവരങ്ങളും ഉണ്ട്. ദാ, ആ, പിടിക്ക് ബാമേ. നിങ്ങൾക്കൊരു ശല്യമാകുന്നത് ഞാനൊരു തമാശയാക്കി എടുത്തതല്ലേ, അല്ലാതെ ഞാൻ ഈ കാണിച്ചതൊക്കെ ശരിക്കും ചെയ്തതാണെന്ന് കരുതിയോ? ഒരു കുസൃതി. മോഹനകൃഷ്ണൻ പറഞ്ഞതുപോലെ ഞാനൊരു ഒറ്റയാനല്ലേ. അപ്പോ ഇതുപോലുള്ള നേരം പോക്കൊക്കെ അല്ലേ കാണിക്കാൻ പറ്റൂ. ശിവരാമേട്ട, ഞാന് ഒരു നീ ഇനി ക്ഷമ പറയാനൊന്നും നിൽക്കണ്ട. എന്തായാലും നിങ്ങളെ കൂടെയുള്ള 3 ദിവസം ഞാൻ ശരിക്കും അങ്ങ് ആഘോഷിച്ചു. ഈ അടുത്ത കാലത്ത് ഇത്രയും സന്തോഷത്തോടെ ഞാൻ ചിലവാക്കിയ വേറെ ദിവസങ്ങളില്ല. ആ ആ ഇനിയിപ്പോ നിങ്ങളുടെ ഓണാഘോഷം അങ്ങ് നടക്കട്ടെ. ഒരാഴ്ചത്തെ ടൂറൊക്കെ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വാ. ഇതുപോലുള്ള കുസൃതികളുമായി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇനിയും വരും. എന്നാ ഇറങ്ങട്ടെ. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഈ ശിവരാമേട്ടനും വിഷമായി കാണൂ. ഒന്നും മോഹനേട്ടന്റെ കുറ്റമല്ലല്ലോ. മോഹനേട്ടന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ പറയൂ. അല്ല, നമ്മളെ കൂടെ അങ്ങനെ പറയിക്കാനാണല്ലോ ശിവരാമേട്ടൻ ഈ വേലയൊക്കെ കാണിച്ചത്. പിന്നെന്താ? പിന്നെ ഇത് എന്റെ ശിവരാമേട്ടൻ എനിക്കായി ഏർപ്പാടാക്കിയ ടൂറാണ്. അതിന് പോകുന്നതിൽ ഇനി തടസ്സമൊന്നും പറയരുത്. എന്നാലും 7 ദിവസം എന്നൊക്കെ പറയുമ്പോ ചെലവല്ലേ? ഓണല്ലേ മോനേട്ടാ, കാണാൻ പറ്റും, ടൂറ് പോകണം എന്നതാണ് പ്രമാണം. അങ്ങനെ ഒരു പ്രമാണോ? ഇപ്പൊ ആ പ്രമാണം ഇങ്ങനെയാ. കാണാൻ പറ്റും, ടൂറ് പോണം. തുമ്പപ്പൂക്കളും ഓണത്തുമ്പികളും പൊന്നൂഞ്ഞാലും ഓണപ്പാട്ടുകളും കളിമേളങ്ങളുമായി മറ്റൊരു ഓണക്കാലം കൂടി മലയാളികളുടെ തിരുമുറ്റത്തെത്തുകയായി. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി എത്തുന്ന ഓണത്തെ നമുക്ക് കൈനീട്ടി വരവേൽക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി ഓണക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ 19-ാം തീയതി തിങ്കളാഴ്ച രാത്രി 9:30 ആമോദത്തോടെ വസിക്കും കാലം